വേണു.
ഏയ് നീ ആടെ ഇതെന്താ ഇത്? സാർ ഓർഡർ ചെയ്താണല്ലോ ഓംലെറ്റ്. ഓംലെറ്റ് പുറത്തു വല്ല എഴുതി വെച്ചിരിക്കുന്നു. എന്താ സാർ, എന്താ കംപ്ലൈന്റ് നടത്തി വെച്ചാൽ പറയണമല്ലോ. എന്താ രാജ, എന്നതാ പ്രശ്നം? എന്റെ അടുത്ത് പറഞ്ഞാ പോരെ? മാറ്റണോ? എടോ എടുത്ത് മാറ്റിക്കൊടു. അങ്ങനെ വേണ്ട. ശിവൻകുട്ടി ഇതെടുത്ത് മാറ്റി വേറെ കൊടു. എടുക്കാനല്ലേ എന്നോട് പറഞ്ഞു. രാജ ഇങ്ങോട്ട് മാറിയിരിക്കും. എന്താ രാജ ഇത്? എന്താ ശാന ഇത്? വേണ്ടേ അടിക്കണ്ട അടിക്കല്ലേ കിരൺ കിരൺ അടിക്കോടെ വിടാൻ എന്നെ. കിരൺ ഇങ്ങോട്ട് പറയാനാ പറഞ്ഞത്. കിരൺ ഞാൻ പറയുന്നത് കിരൺ ഞാൻ പറയുന്നത് കിരൺ കിരൺ ഇങ്ങോട്ട് വാ കിരൺ ഞാൻ പറയുന്നത് കിരൺ മാറാ ഇങ്ങോട്ട് വാ കിരൺ ഞാൻ പറയുന്നത് കിരൺ കിരൺ ഞാൻ പറയുന്നത് മാറിയത് ഇങ്ങോട്ട് പറയുന്നത് ഇങ്ങോട്ട് വരാൻ കുടിച്ചോണ്ട് എന്ത് ബോറാ നീ കാണിച്ചത്? നാണക്കേട്. എന്ത് നാണക്കേട്? നിന്റെ ഭാര്യ ഒന്ന് തെമ്മാടത്തിനും കാണിച്ചാൽ തല്ലുടാ, എല്ലാത്തിനെയും തല്ലും. ചുമ്മാ കുടിച്ച് ഫിറ്റായിട്ട് നീ വരുന്നുണ്ടോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? അവന്മാരെ കൊണ്ട് തല്ലിക്കണോ? വിളികളാ എല്ലാത്തിനെയും, എന്നിട്ട് തല്ലി കൊല്ലിക്കേ. വാ കിരൺ, ഞാനാ പറയുന്നത് അലക്സ്. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന്? കിരൺ, എന്തിനാ നീ ഇങ്ങനെ കുടിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ കുടിക്കരുതെന്ന്. കുടിച്ചാ നീ മഹാബോർണ. നീ മറന്നു അലക്സ്, ഇന്നത്തെ ദിവസം നീ മറന്നു. ഇന്ന് നവംബർ 18. That splendid great November 18th. കോട്ടെ, അത് കള. കുടിച്ചാലേ ഉള്ളൂ നിനക്ക് ഈ സെന്റിമെന്റ്സ് ഒക്കെ. നീ ഫിറ്റാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ തനിയെ പോയിക്കോ. അലക്സ്, ഐ എം സോറി. സോറി.
അപ്പോഴേ നീ ആരാടാ കുട്ടാ? കുട്ടാ വേണ്ട, നിന്നെ ഞാൻ കിട്ടുമെന്ന് വിളിക്കും. കിട്ടൂ കിട്ടൂ കിട്ടൂ. നീ ആരായാലും ഇന്നെന്റെ അതിഥിയാ. യു ആർ മൈ ഗസ്റ്റ് ടുഡേ. ഇന്ന് ടുഡേ November 18th, you know. Sleep well. Sushi, my dear Sushi, and my dear son Rahul, a very, very happy death anniversary. കിട്ടു, നീ അറിയോ രാഹുലിനെ, എന്റെ മോൻ രാഹുലിനെ? കൃത്യം 1 വർഷം മുമ്പ് എന്നെ വിട്ടിട്ട് പോയ എന്റെ പൊന്നുമോനെ നീ അറിയോ? നീ എങ്ങനെ അറിയാനാ? ഗുഡ് നൈറ്റ്. സ്ലീപ് സ്ലീപ് വെൽ. നിങ്ങൾ ആർക്കെങ്കിലും അറിയാവോ ഇയാളെ? ബ്ലേഡ് കളിക്കാൻ മുറിയില്ലേ? വാ. അപ്പോഴേ ആശാൻ ആരാ? ഇന്നലത്തെ ഫിറ്റും പുറത്ത് എടുത്തുനിന്ന് വന്നേ ഉള്ളൂ. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? എന്തു പറ്റി കൂട്ടാ? അല്ല കിട്ടു, സുഖമില്ലേ? ഓ, പനിക്കുന്നുണ്ടല്ലോ. വാ, പനിക്ക് മരുന്നും വാങ്ങി നിനക്ക് നല്ലൊരു ഉടുപ്പും നിക്കറും ഒക്കെ വാങ്ങി എന്നിട്ട് നമുക്ക് അച്ഛനും അമ്മയെ അന്വേഷിക്കാൻ പോവാം. വാ.
ഉണ്ടോ? ആ ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ചേംബർ സർക്കിൾ ഇൻസ്പെക്ടർ സൈമൺ. ഹലോ, ഇരിക്കും. താങ്ക് യു. ഇന്ന് വെളുപ്പിന് ഞങ്ങളുടെ ബി സെക്ഷനിലെ കടപ്പുറത്ത് ഒരു ഡെഡ് ബോഡി അടിഞ്ഞു കയറി. അത് ഈ ഫാക്ടറിയുടെ ജനറൽ മാനേജർ വേണുഗോപാലിൻ്റെതാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വേണു? ആർ യു ഷുവർ? യെസ്, ഷുവർ. അതൊരു കൊലപാതകമാണ്. മൃതദേഹം തീരെ തടിയരുന്ന ഉദ്ദേശത്തിൽ പുറങ്ങളിൽ തള്ളിയതാണ്. 3-4 ദിവസത്തെ പഴക്കമെങ്കിലും കാണും അതിന്. ബോഡി ഇപ്പൊ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മോർച്ചറിയിലുണ്ട്. അദ്ദേഹത്തിന് ആരുണ്ട് വേണ്ടപ്പെട്ടവർ ഏറ്റുവാങ്ങാൻ? വേണുവിന് അമ്മ മാത്രമേ ഉള്ളൂ. അവര് കണ്ണു കാണാൻ മേലാത്ത അവശയായ ഒരു വൃദ്ധയാണ്. ബോഡി ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. ഓക്കെ. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എനിക്കായതുകൊണ്ട് മിസ്റ്റർ സുരേഷിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് എനിക്ക് വേണം. അതായത് വേണുവിന്റെ വ്യക്തി ജീവിതത്തിലോ ബിസിനസ്സിലോ ഏതെങ്കിലും ശത്രുക്കളുള്ളതായോ? നോ, വേണുവിന് ഒരിടത്തും ഒരു ശത്രു പോലും ഇല്ല. എനിക്ക് ഉറപ്പാണത്. 10-28 വർഷം മുമ്പ് ഒരു അഗതിയായി എന്റെ വീട്ടിൽ കടന്നു വന്നതാണ് ദൈവം. സാറിന് കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. എന്നിട്ട് അച്ഛന് ഒരു പ്രത്യേക വാത്സല്യം തോന്നിയതുകൊണ്ട് അച്ഛനാണ് വേണുവിനെ വളർത്തിയതും പഠിപ്പിച്ചതും ഈ ഫാക്ടറിയിൽ ജോലിക്കിരുത്തിയതും ഒക്കെ. എനിക്കാണെങ്കിൽ എന്റെ സ്വന്തം സഹോദരനെ പോലാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഈ ഫാക്ടറിയിൽ MD ആയപ്പോ വേണുവിനോട് ചോദിക്കാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റുകയില്ല. ഈ ഫാക്ടറിയിലെ ഒറ്റ ജീവനക്കാരനും ഇതുവരെ വേണുവിനെതിരെ ഒരു പരാതിയോ പരിഭവമോ പറഞ്ഞിട്ട് പോലുമില്ല. പണ്ട് മുതലേ മാസത്തിലൊരിക്കൽ അവൻ അമ്മയെ കാണാൻ പോകും. ഇവിടെ എല്ലാ സ്വാതന്ത്ര്യമുള്ള അവൻ ആ സമയത്ത് ഫാക്ടറി വക കാർ പോലും എടുക്കാറില്ല, ബസ്സിലാ പോവുക. അത്രയ്ക്ക് ക്ലീൻ ആയിരുന്നു വേണു. ആ വേണുവിനെ ആരെങ്കിലും കൊല ചെയ്യാന്ന് പറഞ്ഞാൽ, സർ ആർ യു ഡെഡ് ഷുവർ വേണു തന്നെയാണെന്ന്? യെസ്, ഡെഡ് ഷുവർ. എങ്കിൽ ഞാൻ ഉടനെ വരികയാണ്. ബോഡി ഏറ്റുവാങ്ങണം, അവന്റെ അമ്മയെ കാണണം. ശരി, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി മിസ്റ്റർ സുരേഷിന്റെ എല്ലാ സഹായവും എനിക്ക് വേണം. ഷുവർ. താങ്ക് യു. ബൈ. ബൈ. രഞ്ജിയെ വരാൻ പറ. സർ, വേണുവിനെ ആരോ കൊലപ്പെടുത്തി. ബോഡി കരക്കടിഞ്ഞു. അത് ഏറ്റുവാങ്ങാനായി ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ജനറൽ മാനേജറുടെ മരണം ഫാക്ടറിയിൽ അനൗൺസ് ചെയ്തേക്കൂ. എന്നിട്ട് 2 ദിവസത്തെ അവധിയും പ്രഖ്യാപിക്കൂ. സർ, ആ കുട്ടി ഞാൻ കണ്ടു. ഈ ടൗണിലുണ്ട്, ഇവിടുത്തെ എൻ്റെ ആളുമായിട്ട്. അവൻ എന്നെ തിരിച്ചറിഞ്ഞു, ഒരുപക്ഷെ സാറിനെയും. എന്തായി സർ? ആ അപകടം എത്രയും വേഗം ഇല്ലാതാക്കുന്നതാണ് നല്ലത്. വേണുഗോപാലിന്റെ മൃതശരീരം കരയ്ക്കടിഞ്ഞത് തന്നെ ഒരു ദുസ്സൂചനയാണ്. കുട്ടിയെ ഏതെങ്കിലും വഴിയിലൂടെ തട്ടിയെടുക്കുക, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുക. കഴിയുന്നില്ല എങ്കിൽ
എന്നതാടേ വീട്ടിൽ പോകാറായില്ലേ? നീ വന്നിട്ട് പോകാന്ന് വിചാരിച്ചു. എവിടെയായിരുന്നു? ഒന്നും പറയണ്ട, വേണുഗോപാലിനെ ആരോ തട്ടി. പെണ്ണ് പ്രശ്നമായിരിക്കണം. ഏത് വേണുഗോപാലൻ? നീ അറിയും, നീയുമായിട്ട് പണ്ട് ടെന്നീസ് കളിച്ച് നടന്നിട്ടുള്ള പാർട്ടിയാ. ഇപ്പോഴാ ഗ്ലാസ് ഫാക്ടറിയുടെ ജനറൽ മാനേജർ ആയിരുന്നു. ഇതേതാ കൊച്ച്? ഒരു സമ്മാനം. സമ്മാനമോ? ആരാടാ ഈ കുട്ടി? ആ, വീട്ടിൽ നിന്നും ഇറങ്ങി പോന്നതാ. ആരാന്നറിയില്ല. നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. അതിന് നീ എന്തിനാ കൊണ്ടു നടക്കുന്നത്? ഒരു രസം. നീ ചുമ്മാ ആവശ്യമില്ലാത്ത ഏടാവണം എന്ന് വലിച്ച് തലയിൽ വെക്കരുത്, പറഞ്ഞേക്കാം. കിട്ടു. 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 കിട്ടു മോനെ, നിനക്ക് ചെവി കേൾക്കില്ലടാ പൊന്നുമോനെ. ഈ കുട്ടി നിങ്ങളുടെ ആരാ? എന്റെ ആരുമല്ല. എനിക്ക് ഈ കുട്ടിയെ വഴി കിടന്ന് കിട്ടിയതാ. അവന് വേണ്ടപ്പെട്ടവരാരൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക ഞാൻ. എന്നിട്ട് വല്ലവരെയും കണ്ടെത്തിയോ? ഇല്ല. പേപ്പറിൽ ഒരു പരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നില്ല. അവന്റെ അച്ഛനും അമ്മയും അവനെ വഴിയിൽ ഉപേക്ഷിച്ചതാവാനാവും സാധ്യത. ആ കുട്ടിക്ക് ജന്മനാ ചെവി കേൾക്കില്ല. അതുകൊണ്ട് തന്നെ അവന് വർത്തമാനം പറയാനും പറ്റില്ല. മൂകനും ബദരനുമാണ് അവൻ. ഡഫ് ആൻഡ് ഡം. ജന്മനാ ഉള്ളതായതുകൊണ്ട് ഇതിനൊരു ട്രീറ്റ്മെന്റും ഇല്ല. അങ്ങനെയുള്ള കുട്ടിയെ മെനക്കെട്ട് പോറ്റണ്ടെന്ന് രക്ഷിതാക്കൾ വിചാരിച്ചിരിക്കും. അവനെ രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ ഡോക്ടർ? എന്തു മാർഗം? മദ്രാസിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ കൊണ്ട് ചേർത്താൽ കുറെ വർഷങ്ങൾ കൊണ്ട് അവൻ സംസാരിക്കാനാവും. അവര് നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കും. നമ്മൾ അവനോട് സംസാരിക്കുന്നത് അവന് കേൾക്കില്ല. പക്ഷേ നമ്മുടെ ചുണ്ടിന്റെ ചലനം നോക്കി നമ്മൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കിയിട്ട് അവന് മറുപടി പറയാൻ പറ്റും. അതിന് ഒരുപാട് വർഷങ്ങൾ പിടിക്കും. ഒരുപാട് പണച്ചെലവും ആവും. കൊണ്ടുപോയാൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഇവൻ വളർന്നു വരുമ്പോൾ സാധാരണ പൊട്ടന്മാരെ പോലെ കൈയൊക്കെ പൊക്കി ആംഗ്യ ഭാഷയിലൂടെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ചുണ്ടിന്റെ ചലനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ട്രീറ്റ്മെന്റ്. ആരാ മോനെ അത്? എന്നാത്തിനാ നീ കരഞ്ഞേ? നിന്നെ വേണ്ടാത്തവിടെ കളിപ്പാട്ടം നിനക്കും വേണ്ട മോനെ. ഞാൻ വാങ്ങിത്തരാം. ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി. അനങ്ങാതിരുന്നു.
ഏ? എനിക്ക് കുറെ ടോയ്സ് വേണം. എന്തേലും സാർ? അങ്ങനെ പ്രത്യേകിച്ച് തരംതിരൊന്നുമില്ല. ഒരു കുട്ടി കളിക്കാൻ എന്തൊക്കെ വേണോ അതല്ല. ആ ആ. മടിക്കണ്ട. ഇനിയും വേണോ? നിങ്ങളുടെ കുട്ടിയാ? അതെ. ആ, നിങ്ങളുടെ കുട്ടിയല്ലേ? എന്താന്നറിയില്ല, എന്റെ അടുത്ത് വന്ന ഏതോ മുജ്ജന്മ പരിചയം പോലെ കയ്യെ പിടിക്കുന്നോ സാരിയെ പിടിക്കുന്നോ വല്ലാത്ത സ്നേഹപ്രകടനം. ചോദിച്ചാലൊന്നും പറയില്ല, പക്ഷെ ചോക്ലേറ്റ്സ് എത്ര കൊടുത്താലും വാങ്ങിച്ചോളൂ. എന്താ പേര്? പേരെന്തുവാ? കിട്ടും. ഹായ്, ബ്യൂട്ടിഫുൾ നെയിം. പപ്പടുത്തേക്കോ. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും, അതായി പരിചയം. ഏതായാലും കിട്ടുമെന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കിട്ടു, പപ്പയും മമ്മിയും കുട്ടി ഒരിക്കൽ വീട്ടിൽ വരണം. ഇതാ, ഇതെന്റെ അച്ഛന്റെ വിസിറ്റിംഗ് കാർഡ്. എന്റെ പേര് നീത. ഫോൺ നമ്പർ ഇതിലുണ്ട്. വൈഫിനെയും കൂട്ടി തീർച്ചയായും വീട്ടിൽ വരണേ. കിട്ടു, എന്നാ പോട്ടെ. കിട്ടു, വരാതിരിക്കരുത്. ചോക്ലേറ്റ്സ് തരാം, ഒത്തിരി, ഒരുപാട് ഒത്തിരി. പോട്ടെ. ഏതാടാ ഈ മുജ്ജന്മ പരിചയം? എന്താ? നിങ്ങളാണോ ഈ കിരൺ? അതെ. ആ, ഞങ്ങളുടെ കുഞ്ഞന്തി. ഞങ്ങളുടെ കുഞ്ഞെന്തിയെന്ന് മാത്യു. നിങ്ങളുടെ കുഞ്ഞോ? അതെ, ഞങ്ങൾ അറിഞ്ഞു. കണ്ട റോഡിലും ബാറിലും ഒക്കെ കറങ്ങി നടക്കുന്നത്. അവൻ എവിടെയാന്നേ ചോദിച്ചത്. എങ്ങനെയാ, എവിടെ വെച്ചാ നിങ്ങൾക്ക് അവനെ കാണാതെ പോയത്? അതൊക്കെ ഞങ്ങൾ വേണേ പോലീസിൽ പറഞ്ഞോളാം. അവൻ എന്തിയെന്ന്. വരൂ. അവിടെ ഉണ്ട്. എടാ മാത്യു. മോനെ. എടാ മോനെ, കുട്ടാ വാടാ. അവൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. വാട കുട്ട. അങ്ങനെ നിനക്ക് ഞാനൊന്ന് എടുക്കട്ടെ? എത്ര നാളായി. വേണ്ട വേണ്ട, നോക്കി അവൻ നമ്മളെ പോലും മറന്നു തോന്നുന്നു. മറന്നോടെ കുട്ടാ? പറയട കുട്ടാ. എന്താ നീ ഇങ്ങനെ നോക്കുന്നേടാ? ഒന്ന് ചിരിച്ചേ. പൊന്നെ, മമ്മീന്നൊന്ന് വിളിച്ചേ. എത്ര നാളായി വിളിച്ചിട്ട്? ഒന്ന് വിളിക്കേ. വിളിക്കടാ മോനെ, വിളിക്കടാ. അവനിപ്പോ മമ്മീന്നും വിളിക്കില്ല, ഡാഡിന്നും വിളിക്കില്ല. അവൻ ആകെ ക്ഷീണിച്ചിരിക്കല്ലേ. എന്ത് പറ്റിപ്പോയടാ മോനെ നിനക്ക്? എന്ത് മിടുക്കം കുട്ടനായിരുന്നു.
എങ്ങനെയാ നേരത്തും കാലത്തും ആഹാരം വല്ലതും ശരിക്കും കിട്ടണ്ടേ? അതുകൊണ്ട് എന്റെ മോനിങ്ങനെ ക്ഷീണിച്ചു പോയത്. വന്നതൊക്കെ വന്നില്ലേ, ഇനി പോട്ടെ. നമുക്ക് അവനെയും കൊണ്ട് അങ്ങ് പോവാം. വീട്ടിലെല്ലാരും കാത്തിരിക്കുക. മാത്യു നിങ്ങളെ അച്ഛനെന്നാണോ ഡാഡി എന്നാണോ വിളിക്കാറ്? അവൻ എന്നെ ഡാഡിന്നേ വിളിക്കാറുള്ളൂ. അല്ലേടാ കുട്ടാ? കുഞ്ഞിനെ താഴെ ഇറക്ക്. എന്തിനാ ഇറക്ക്. എന്തിനാന്നാ ചോദിച്ചത്? ഇറക്കടാ. ഡാഡി എന്നാണോ അച്ഛനെന്നാണോ വിളിക്കാറ്? ഡാഡിയെന്നാ വിളിക്കുന്നത്. മിണ്ടി പോരുത്, മൂക്കിടിച്ചാൻ പറ്റില്ല. പറടാ, അച്ഛനെന്നാണോ ഡാഡി എന്നാണോ? എനിക്ക് തെറ്റുപറ്റിയതാ, അച്ഛാന്താ. ഓ, ആ പാവം പിടിച്ച കുഞ്ഞ് ജനിച്ചിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതിന് ചെവിടും കേട്ടൂടാ. പൊട്ടനാ പൊട്ടൻ. എന്തിനാണ് ഇവിടെ വന്നത്? സത്യം പറ, എന്തുദ്ദേശിച്ചാണ് നീ ഇവിടെ വന്നത്? ഞാനെല്ലാം പറയാം സാറേ, സാറിന് വിട്. തല്ലരുത് സാറേ, ഞാൻ എല്ലാം പറയാം, സത്യം പറയാം. സത്യമായിട്ടും ഞങ്ങൾക്ക് 5-8 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നപ്പോ സാറിന് നല്ലൊരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വന്നാ സാറേ. ഞങ്ങൾ പോയിക്കോളാം. ഓടിക്കോടി, തിരിഞ്ഞു നോക്കണം. ഓടിക്കോളാം. എടാ, നിന്നെയൊക്കെ ആരെങ്കിലും പറഞ്ഞു വിട്ടാണെങ്കിൽ അവന്മാരോട് ചെന്ന് പറഞ്ഞാൽ എന്റെ പേര് കിരൺ എന്നാണെന്ന്. ആരൊക്കെയാണ് നിന്റെ പിന്നാലെ? ഒരിക്കൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറയടാ, നീ ആരാ? ഹലോ 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 ഹലോ. എന്തായി? നല്ല പണിയാ സാറ് കാണിച്ചത്. എന്തു പറ്റി? ആ പയ്യനൊരു പൊട്ടനാണെന്നുള്ള കാര്യം നേരത്തെ പറയണ്ടേ സാറേ? ഞങ്ങളാകെ കുഴഞ്ഞു പോയില്ലേ? പൊട്ടനോ? ആ, അവൻ സംസാരിക്കുകയില്ല, അവന് ചെവി കേൾക്കില്ല. ഇതൊന്നും അറിയാതെ ഞങ്ങൾ അവനോട് സംസാരിച്ച് അയാൾക്ക് സംശയം തോന്നി. എന്നാ ഇടിയാ സാറേ അവൻ്റെത്. തീർച്ചയാണോ സംസാരിക്കില്ലായിരുന്നു? അതെ സാർ, അത് കണ്ടാലേ അറിയാം. ശരി. എന്നാലും അപകടം ഒഴിവാകുന്നില്ല. എന്നെങ്കിലും അവൻ ആംഗ്യത്തിലൂടെയോ മറ്റോ ആരെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ എല്ലാ ചുരുളും ഈസിയായി അഴിയപ്പെടും. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ഒരു ചെറിയ പേജല്ലേ, അതുകൂടി അങ്ങ് കീറിക്കള. ആ അധ്യായം അങ്ങ് തീരട്ടെ. ഇപ്പോഴാകുമ്പോ വളരെ നിസ്സാരമാണ്. സമയം പോകുന്തോറും ആ അപകടം വളർന്നുകൊണ്ടിരിക്കും. കിട്ടു, നിക്ക്. ഹായ് കിട്ടു. ഇന്നലെ സന്ധ്യക്ക് ഒരു 7 മണിക്ക് ഫോൺ വിളിച്ചില്ലേ? ഹലോ ഹലോ എന്ന് ഒച്ച വെച്ചിട്ടും മിണ്ടായിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി കിട്ടുമായിരിക്കുമെന്ന്. എന്താ ഒന്നും മിണ്ടാത്ത? ഇന്നുണ്ട് ചോക്ലേറ്റ്സ് പിന്നെ എന്റെ കയ്യിൽ എപ്പോഴും റെഡിയാ. എന്നാ വാങ്ങിച്ചോ. താങ്ക്സ് പറ. പറഞ്ഞാലേ തരുള്ളൂ. അവൻ പറയില്ല, പറയാൻ കഴിയില്ല. ഈസ് ഡെഫ് ആൻഡ് ഡംബ്. ഐം സോറി. ഇന്ന് കിട്ടു വെച്ചു. ഒരിക്കൽ കിട്ടുവിനെയും കൊണ്ട് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. വരാലോ. എപ്പോ? എപ്പോ വേണേലും. ഇപ്പൊ വരാമോ? ഓ യെസ്. എന്താ ഒന്ന് വന്നേ? നടന്നു വന്നേക്കാം.
നിന്റെ മുജ്ജന്മ പരിചയത്തിന്റെ രഹസ്യം എന്ന് ഞാൻ അറിയും. സ്മാർട്ടായിട്ട് നോണം. അവൾ ഏത് തരക്കാരിയാണെന്ന് അറിയില്ല. വരൂ വരൂ. വരുന്നേ. പ്ലീസ് കം. ഇരിക്കൂ. ഇവിടെ ഞാനും വേലക്കാരിയുടെ മാത്രമേ ഉള്ളൂ. അച്ഛൻ ടൂറിലാ. ഒറ്റയ്ക്കിരിക്കുമ്പോ ഭയങ്കര ബോറാ. അതാ ഈ കൂടെ ഷോപ്പിംഗ്. എന്താ നിക്കുന്നേ? ഇരിക്കുന്നേ. ഞാനിവിടെ നിന്നോളാം. ആ, കുടിക്കാൻ എന്താ വേണ്ടേ? ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്? എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം മതി. കിട്ടുന്നെന്താ? പാലെടുക്കട്ടെ? കുടിക്കോ? കുടിക്കുമായിരിക്കും. ഓ, അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലേ? നിങ്ങൾ എവിടെ താമസം? ആരെ? ഞാനോ? അതെ. പൂഞ്ചിറ ജംഗ്ഷനിൽ. അവിടെ എവിടെ? വലത്തോട് തിരിയണം. തിരിയുമ്പോ ഇടതുവശത്ത് കാണുന്ന രണ്ടാമത്തെ വീട്. ആ വലിയ മതിലുള്ള മരങ്ങളൊക്കെ ഉള്ള? അയ്യോ, അത് പ്രേതബാധയുള്ള വീടല്ലേ? ഒരു കുഞ്ഞു മരിച്ച, ഒരു സ്ത്രീ തൂങ്ങിച്ചത്ത്. പ്രേതബാധയുണ്ടോന്നറിയില്ല. പക്ഷേ ആ കുഞ്ഞിനെ സ്ത്രീയെ അറിയാം. ആ കുഞ്ഞിന്റെ മോനും സ്ത്രീ അവന്റെ അമ്മയുമായിരുന്നു. കിട്ടുവിടെ? അപ്പൊ കിട്ടുവരാ? കിട്ടും എന്റെ ആരുമല്ല. ഞങ്ങൾ തമ്മിൽ 8 ദിവസത്തെ പരിചയമുള്ളൂ. അവൻ ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് ഞാനിപ്പോ. കിട്ടു എന്തോ പൊട്ടിച്ചെന്നാ തോന്നുന്നേ. കിട്ടോ? അയ്യോ കഷ്ടം, അവനത് പൊട്ടിച്ചു. എന്താ കിട്ടുന്നത്? ഓ സാരമില്ല. ആ, ഇതാണ് എന്റെ ഫാമിലി. ഇതെന്റെ അച്ഛൻ ചന്ദ്രശേഖര മേനോൻ, ഇതെന്റെ ചേച്ചി സതി, ഇത് ഞാൻ നീത്ത. 5 വർഷം മുമ്പ് ചേച്ചി ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാ. മൈക്കിൾ എന്നൊരാളെ സ്നേഹിച്ച് ക്രിസ്ത്യാനിയായി. അതി പിന്നെ എവിടെയാണെന്ന് യാതൊരു വിവരവുമില്ല. അച്ഛൻ അന്വേഷിക്കാറുമില്ല. ഇറങ്ങണോ? നില്ല്. ഒരു നിമിഷേ. ഇത് കിട്ടുന്നൊരു പ്രസന്റാ. എപ്പോഴെങ്കിലും വരുമെന്ന് കരുതി വാങ്ങി വെച്ചതാ. ഒന്നുമില്ലെന്നേ, വെറുതെ ഒരു ഡ്രസ്സാ. മോൻ വെച്ചോ. ആ പിന്നെ കിട്ടുവിനെ ഇനി എപ്പോഴാ കാണാ? അതെ, എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് ഞാൻ പാർക്കിൽ പോവും. കിട്ടുവിനെ കൊണ്ടുവരാണെങ്കിൽ ആ വിവരം ഒന്ന് ഫോൺ ചെയ്ത് പറയണം. കുറച്ച് ചോക്ലേറ്റ്സ് കരുതി വെക്കാനാ. എത്രയാ അവിടുത്തെ ഫോൺ നമ്പർ? വീട്ടിലെയോ? അതെ. 5645. ആരുടെ പേരില്ല? എന്റെ പേരില്. എന്താ പേര്?
എടാ കിട്ടൂ. സത്യത്തിൽ ഈ കുടിയം നിർത്തണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഞാൻ കുടിച്ച മഹാപോർണ, അതെനിക്ക് തന്നെ അറിയാം. പക്ഷെ സമ്മതിക്കണ്ടേ? ഇന്ന് തന്നെ കണ്ടില്ല ആ പെണ്ണിന്റെ ഷൈനിങ്. ഫോൺ നമ്പർ എത്ര, ആരുടെ പേരില്ല, എന്താ പേര് എന്നൊക്കെ. എന്നാ പിന്നെ അത് നേരിട്ട് ചോദിച്ചാ പോരെ. നീ കേട്ടില്ലേ പ്രേതബാധയുള്ള വീടാണോ? ആ, നീ എങ്ങനെ കേൾക്കാനാ? നീ എന്തിനാ അവളെ പറയാൻ നടക്കുന്നത്? അവളുടെ കോലം കണ്ട അറിയില്ല അവള് ശരിയല്ലെന്ന്. പാർക്കി വരുമോന്ന്. ആര് വരാൻ? നീ കാരണമാ. അല്ലെങ്കിൽ ഞാനിങ്ങനത്തെ ഉള്ളതെന്നും പറയാൻ നടക്കാത്തതാ. ഹലോ, ഞാനാ നീത്ത. കിട്ടൂല ഉടുപ്പ് പാകമായിരുന്നു? ഇട്ടു നോക്കിയില്ല. പാകമായിരിക്കും. പിന്നെ ടെലിഫോൺ ഡയറക്ടറി നമ്പർ നോക്കി ഞാൻ പേര് കണ്ടുപിടിച്ചു. കിരൺ. അത് പറയാനാ വിളിച്ചത്. ഗുഡ് നൈറ്റ്. കണ്ടില്ലേ, പെശക പെശക. അവളെന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നേ? നിനക്കറിയോ, ഞാനെന്ന പുരുഷന് ഒരേ ഒരു പെണ്ണെ ഈ ലോകത്ത് സ്നേഹിക്കാൻ പറ്റൂ. എന്റെ സുശീലെ, എന്റെ ഭാര്യയെ, എന്റെ പൊന്നുമോനെ തലക്കടിച്ചു കൊന്നിട്ട് തൂങ്ങിച്ചത്ത എന്റെ സുശീലെ. എന്നാലും നിനക്കറിയോ, ഞാൻ അവളെ ഇന്നും സ്നേഹിക്കുന്നു. ഇനി എത്ര ജന്മങ്ങളുണ്ടായാലും അവൾ മാത്രമായിരിക്കണം എന്റെ അടുക്കലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്നേഹിച്ച പോലെ ഒരു പുരുഷനും അവന്റെ ഭാര്യയെ സ്നേഹിച്ചു കാണില്ല. കുട്ടിക്കാലം മുതലേ കണ്ടു തുടങ്ങിയതാണ് അവളെ. ബാല്യത്തിലെ വഴക്കുകൾ, പിന്നെ കൗമാരം, അതിന്റെ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, പരിഭവങ്ങൾ, അതിലൊക്കെ ഒളിപ്പിച്ച് ഓമനിച്ച് സൂക്ഷിച്ച പ്രേമം, പിന്നെ കല്യാണം. അത് കഴിഞ്ഞപ്പോ ലോകം മുഴുവൻ കാൽക്കീഴിൽ കിടന്നുള്ളുകയായിരുന്നു. അത്രയ്ക്കായിരുന്നു ഹാപ്പിനെസ്. കുറെ കാലം കഴിഞ്ഞപ്പോഴത് തുടങ്ങി. മാനസികാസുഖം, ടൈഫോയിഡ് പോലെ, മഞ്ഞപ്പിത്തം പോലെ ഒരു അസുഖം, തലച്ചോറിന് നേർത്ത പനി, അത് കൂടിക്കൂടി വന്നു. ലോകത്തിൽ ഏത് ചികിത്സയും ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞ ഒരു കുട്ടി ഉണ്ടാവുമ്പോ മാറുമെന്ന്. അങ്ങനെ അവളുടെ അസുഖം മാറ്റാൻ വേണ്ടി മാത്രം വന്ന് പിറന്നു എന്റെ പൊന്നുമോൻ രാഹുൽ. കിട്ടൂ, എന്റെ ഈ കൈ കൊണ്ട് ആ പൊന്നുമോനും താലോലിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവൻ പിറന്നപ്പോ സുശീലയുടെ ദീനം പിടിച്ച തലച്ചോറ് അവളോട് പറഞ്ഞു, എന്നെ സൂക്ഷിച്ചോ, ഞാൻ എന്റെ മോനെ കൊല്ലുമെന്ന്. പിന്നെ അവനൊന്ന് നോക്കാൻ പോലും അവൾ എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ കൊല്ലുമെന്ന് പേടിച്ച് കുഞ്ഞിനെ മാറോടടക്കി ആഴ്ചകളോളം അവൾ ഉറങ്ങാതിരുന്നു. അപ്പോഴൊക്കെ അസുഖം കൂടുകയായിരുന്നു. എന്നിലെ അച്ഛൻ, എന്നിലെ ഭർത്താവ് അകലെ മാറി നിന്ന് പൊട്ടിക്കരഞ്ഞു. എന്നാലും അവളോടുള്ള എന്റെ സ്നേഹം പെരുകി അതിരില്ലാത്ത മാനത്തോളം. ഒരിക്കൽ പിച്ച വെച്ച് നടക്കുന്ന എന്റെ മോൻ ഒരു ബ്ലേഡ് എടുത്ത് കളിക്കുന്ന കണ്ടപ്പോ അവന്റെ പിഞ്ചു വിരൽ മുറിയുമെന്ന് കരുതി അത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച എന്നെ കണ്ട് എന്റെ സുശീല ഓടി വന്നു എന്നെ പിച്ചിപ്പൊളിച്ചു. നിന്നെ കൊണ്ട് എന്റെ മോനെ കൊല്ലിക്കില്ല എന്നവൾ അലറി. ഭ്രാന്ത് അവളുടെ ചുണ്ടിലും കണ്ണിലും കൂടെ തിളച്ചുരുകി. ആ രാത്രി, ശപിക്കപ്പെട്ട ആ നവംബർ 18-ന് അവൾ എന്റെ രാഹുലിന്റെ തല കല്ലുകൊണ്ട് ഇടിച്ചു പൊളിച്ചു. എന്നിട്ട് ഒരു സാരിത്തുമ്പിൽ കെട്ടിത്തൂങ്ങി അവളും ഈ വീടിനോട് യാത്ര. അവളുടെ അസുഖം മാറ്റാമെന്ന് രാഹുൽ അത് മാറ്റി, എന്നേക്കുമായി മാറ്റി. കേട്ടു, നിനക്ക് കാരണം ആ കല്ല്, എന്റെ പൊന്നുമോന്റെ തലച്ചോറിടിച്ചു പൊളിച്ച ആ കല്ല്. ഇതാണ് കണ്ടോ, അവൻ കളിച്ചിട്ടില്ലാത്ത അവന്റെ കളിപ്പാട്ടങ്ങൾ.
പോലീസുകാർ മുറിച്ചെടുത്തതിന്റെ ബാക്കി. അവളുടെ മന്ത്രകോടി. ആ മുറി അതുപോലെ ഞാൻ സൂക്ഷിക്കാം. കിട്ടും. അത് മുറിയല്ല, ഒരു കൂടാണ്. എന്റെ ഓമനകൾ പറന്നു പറന്നു പോയ കൂട്. പറന്നുപോയവർ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വന്നില്ല. പകരം വന്നത് നീയാണ്. അതേ ഒരു നവംബർ 18. നീ ആരാടാ കിട്ടൂ? എന്റെ രാഹുലിന്റെ പുനർജന്മമാണ് നീയെങ്കിൽ മോനെ പ്ലീസ് ഈ അച്ഛനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് ഒരു നിമിഷം പോലും പ്ലീസ്. കിട്ടൂ മോനെ, ഐ എം സോറി. ഇനി ഞാൻ കുടിക്കില്ല. എനിക്കറിയാം എന്റെ രാഹുലിനെ താലോലിക്കാൻ കഴിയാതെ പോയ ഈ കൈകളിലാണ് നിന്റെ ജീവൻ തൂങ്ങുന്നതെന്ന്. വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ ആർക്കും. നിന്റെ സ്വന്തം അച്ഛനും അമ്മയും വന്നാൽ പോലും ഞാൻ വിട്ടുകൊടുക്കില്ല.
ഫാദർ ജോസഫ് സെബാസ്റ്റ്യനെ ഒന്ന് കാണണം. അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ, അനങ്ങരുതെന്ന് സംസാരിക്കരുതെന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അറിയാം, ഞാൻ 5-6 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് അച്ഛനെ അത്യാവശ്യമായിട്ടൊന്ന് കണ്ടേ പറ്റൂ. അച്ഛൻ കത്തയച്ചിട്ടാ ഞാൻ വന്നത്. എന്റെ പേര് ചന്ദ്രശേഖരമേനോന്നാ. ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, അകത്തേക്കിരിക്കും. ആ, മേനോനാണല്ലേ? അതെ, ഞാൻ അങ്ങോട്ട് വന്നല്ലോ അച്ഛോ. സാരമില്ല, കുറെയൊക്കെ നടക്കുകയിരിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിലേ എന്റെ അസുഖം കൂടുകയുള്ളൂ. അത് ഈ ഡാക്ടർമാർക്ക് അറിയില്ല. ഇരിക്കും. ആ, നിങ്ങളുടെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ ഓർഫനേജിൽ വളർന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൈക്കിളിനെ ആയിരുന്നു. അവർക്കൊരു കുട്ടിയുണ്ടായി, ബെന്നി. 2 വർഷം കഴിഞ്ഞാണ് അറിയുന്നത് ആ കുട്ടി സംസാരിക്കുകയില്ല, ചെവിയും കേൾക്കില്ല. മൈക്കിളിനെയും ആനിയും, ക്ഷമിക്കണം, നിങ്ങളുടെ മകളെ ഇവിടെ എല്ലാരും ആനി എന്നാ വിളിക്കുന്നേ. അറിയാം. അല്പകാലം മുമ്പ് ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് കുറെ പണം ഉണ്ടാക്കാൻ ഒരു കോൺട്രാക്ട് പണി ഏറ്റെടുത്ത് മൈക്കിൾ ബീഹാറിലേക്ക് പോയി. ഞാനാണ് അവനെ പറഞ്ഞു വിട്ടത്. അവിടെ വെച്ച് അവൻ മരിച്ചു. പിന്നെ ആനിയുടെയും ബെന്നിയുടെയും നിലയാണ് കഷ്ടത്തിലായത്. അസുഖം പിടിച്ച കുഞ്ഞ്, ജോലിയൊന്നുമില്ലാത്ത ആനി, ഞാനാണെങ്കിൽ ഇങ്ങനെ അവശതയിൽ. കാല് പിടിച്ചാണെങ്കിലും അവരെ നിങ്ങളുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കേണ്ടത് എന്റെ ഒരു കടമയാണെന്ന് എനിക്ക് തോന്നി. എന്താ, അവരോട് ഇപ്പോഴും ആ പഴയ വൈരാഗ്യമുണ്ടോ? ഒരു വൈരാഗ്യവും ഇല്ല. എന്റെ മോളെ ഒന്ന് കണ്ടാ മതി. അവളൊരു വിധവയാണെന്നുള്ള വിവരം അറിഞ്ഞത് അച്ഛന്റെ കത്ത് കിട്ടിയ ശേഷം ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാ. അപ്പൊ തന്നെ ഓടി വന്നു. എന്റെ സതിയോട് മാപ്പ് പറയാനും അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകാനായി. വന്ന് അന്ന് മുതൽ അന്വേഷിക്കുന്നു. അവളും കുഞ്ഞും എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരവും ഇല്ല. അവരെവിടെ പോവാൻ? എന്നോട് പറയാതെ എങ്ങും പോവില്ലല്ലോ. അവളും കുഞ്ഞും നാട്ടിലില്ലെന്നുള്ളതാണച്ചോ സത്യം. സിസ്റ്റർ ബിയാട്രീസിന്റെ അടുക്ക് പോയി കാണും. സിസ്റ്റർ നാനി എന്ന് വെച്ചാൽ വലിയ കാര്യമാണേ. ഞാൻ ഇങ്ങനെ അസുഖമായി കിടക്കുന്നോണ്ട് വല്ല പണത്തിനോ മറ്റോ ആവശ്യം വന്നപ്പോ സിസ്റ്ററിനെ കാണാൻ പോയിട്ടുണ്ടാവും. എവിടെയാണത്? തൃശ്ശൂരിൽ സെയിന്റ് റോസ് മഠം. ആനി തീർച്ചയായും അവിടെ തന്നെ കാണും. ഞാൻ പോയി അന്വേഷിക്കാച്ചു. അവിടെ ഇല്ലെങ്കില് പോലീസിൽ അറിയിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. അവിടെ ഇളയ മോള് തനിച്ചേ ഉള്ളൂ. ഓ, വരട്ടെ. ശരി. അച്ചോ, അവിടെ മകന് ഇപ്പൊ എന്ത് പ്രായമുണ്ട്? കാണണോ? വരൂ. ഇതാണ് ബെന്നി. എന്റെ മൈക്കിളും ഈ പ്രായത്തിൽ ഇതുപോലെ തന്നെ ആയിരുന്നു. വാക്ക് വാക്ക് വാക്ക്. റൺ. Come. Smile.
സ്മൈൽ. കിസ്. കിസ്. ഇതാണ് കിസ്. ആ. ഹലോ 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 ഹലോ. കിരൺ. 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 ലാല അല്ല, കിരൺ. ലാല എങ്കിൽ ലാല. ഹലോ. ഇതവളാ നിന്റെ ഗേൾഫ്രണ്ട് നീത്ത. നിന്നൊരു പണി പറ്റിക്കാൻ നോക്കട്ടെ. നിക്ക് പണി ഏറ്റോന്നറിയല്ലോ. ഇത് അവള് തന്നെയാ. കൊള്ളാം. എന്നാ പിന്നെ ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഹലോ. ഈ ഫോൺ അതിനെ കളിക്കാനുള്ളതാ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ ഈ നാട്ടിലെ ടെലിഫോണുകളെല്ലാം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ആ, ഈ ഫോണിന് ഫോൾട്ടൊന്നുമില്ല കേട്ടോ. വല്ലാത്ത കമ്പമാണല്ലോ അവക്ക് നിന്നോട്. ഇന്ന് ഞായറാഴ്ചയാ. കിട്ടു വരുന്നുണ്ടെങ്കിൽ പാർക്ക് വരെ പോകാമെന്ന് കരുതി. പ്ലീസ് കിട്ടുവിനോടൊന്ന് ചോദിക്കൂ. ആ, ആലോചിക്കട്ടെ. ഏതായാലും ഞാൻ പോവാണെന്ന് പറഞ്ഞേക്ക്. കിട്ടു, അവള് വിടുന്ന ലക്ഷണമില്ലോടാ. ആ, നീ വിരലിൽ ഏതെങ്കിലും ഒന്നിനെ തൊട്ടെ. ഈ വിരലിൽ തൊട്ടാൽ അവള് പാവം, നമുക്ക് പാർക്കിൽ പോണം. ഈ വിരലിൽ തൊട്ടാൽ അവള് പിഴ, നമുക്ക് ഈ ഫോണ് പോലും കട്ട് ചെയ്യണം. ആ, തൊട്ടെ. എടാ പരീക്കുട്ടി. പൂവേ 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 പൂന്തെന്നൽ വീശാറായി. പൂവേ 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 പൂന്തെന്നൽ വീശാറായി. മാനത്തിൻ തോളത്ത് നീയും ഇനിയൂയലാടുവാനോലം. മാനത്തിൻ തോളത്ത് നീയും ഇനിയൂയലാടുവാനോലം. ചെന്തുണ്ടിത്തേൻ പഴച്ചാറിൽ കുഞ്ഞു ചുണ്ടലിഞ്ഞുവെങ്കിൽ. ചെന്തുണ്ടിത്തേൻ പഴച്ചാറിൽ കുഞ്ഞു ചുണ്ടലിഞ്ഞുവെങ്കിൽ. ആയിരമായിര നീളം നിന്റെ കാതിൽ വീണെങ്കിൽ. ആയിരമായിര നീളം നിന്റെ കാതിൽ വീണെങ്കിൽ. തരാം
ഒന്ന് ഇറങ്ങിക്ക സാറേ, പകൽ വെളിച്ചത്തിൽ മുഖമൊന്ന് കണ്ടോട്ടെ. ഓർക്കുന്നുണ്ടോ എല്ലാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ ബാറും ആ വെയിറ്ററും നവംബർ 18 രാത്രിയും. അയ്യോ ആശാന, ഞാനത് വെള്ളം ഒടിച്ച് ഫിറ്റായിട്ട് എന്തൊക്കെ ചെയ്തു പോയാ, ക്ഷമിക്കണം കേട്ടോ. അതിനെന്നാ, ഇപ്പഴും കുടിക്കാമല്ലോ. ഇങ്ങനെ കിടാ, ദേ സാറിന്റെ ബ്രാൻഡാ. അല്ല, ഞാൻ വെള്ളമൊടിയൊക്കെ നിർത്തി, അതുകൊണ്ട്. നാണക്കേട്. സാറ് കുടിക്കുന്നില്ലേ? കുഞ്ഞിനോടത്തേക്കാം. വേണ്ട വേണ്ട, സാറ് കുടിച്ചോളൂ. കുടിക്കു സാറേ. കുടി. അയ്യോ, ഞാൻ എന്തെങ്കിലും അറിയാണ്ട് ചെയ്തു കൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ കുടിക്ക് സാറേ. അയ്യോ പ്ലീസ് ഉപദ്രവിക്കാം. കുടിക്കില്ലേ? എന്നാടാ ഇത്? പ്ലീസ്. കിട്ടൂ. പറയുന്നൊന്ന് കേൾക്കണം സാർ. എന്റെ കുഞ്ഞു വഴിയിലായി പോയി സാർ. സാർ പ്ലീസ് സാർ. സാർ സാർ എന്റെ കുഞ്ഞു സാർ പ്ലീസ്. പോലീസുകാരെ തല്ലേ ഒന്ന് ജീവിച്ചിരുന്നല്ലടാ. സാർ കിടക്കണം. കുഞ്ഞു വഴിയിലായി പോകും സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ.
കൊടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. കൊടുക്കരുന്ന എസ് പിയുടെ ഓർഡറാ. സാരമില്ല, നാളെ കോടതിയിൽ നിന്ന് വാങ്ങാം. ഇന്ന് രാത്രി കിട്ടു എന്റെ കൂടെ കഴിയട്ടെ. വരൂ കിട്ടു. പോട്ടെ. പ്രിൻസ് ബാറിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അലക്സ്, ഒന്ന് വിളിച്ച് വിവരം പറയണം. ആ, ഞങ്ങൾ പോട്ടെ. മോന്റെ അമ്മ അച്ഛനോ? അച്ഛനിതെപ്പറ്റി മിണ്ടാതെയും പറയാതെയും? കാറന്തി? പെട്രോൾ അടിക്കാൻ പോയി. എവിടെ? അവളെവിടെ? ആര്? ആര്? ഞാൻ അറിഞ്ഞു. നീ എന്ന് അവളെ അച്ഛൻ വിളിക്കുന്നു പറ. ആരുടെ കാര്യം അച്ഛൻ പറയുന്നേ? മോളെ എപ്പോഴത്തെ മോളെ തമാശ എടുക്കരുത് കേട്ടോ. എനിക്ക് അവളെ കാണാൻ കൊതിയാകുന്നു മോളെ. എന്തുവാ അച്ഛനീ പറയുന്നേ? എനിക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടാളും കൂടെ എന്നെ കളിപ്പിക്കുകയാണല്ലേ. ചിലപ്പോഴേ ഞാൻ ദേഷ്യപ്പെടുന്ന ഞാൻ ചോദിച്ചു നിൽക്കായിരിക്കും. മോളെ എന്ന് പറ, അച്ഛനൊരു ദേഷ്യവും ഇല്ലെന്ന്. ഇതെന്തുവാ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വേണ്ട, നീ പറയണ്ട, ഞാൻ പോയി കണ്ടോളാം. മോളെ, അച്ഛൻ തോറ്റു. ഇഞ്ഞു പോരെ. 6-7 ദിവസം അന്വേഷിച്ച് വിഷമിച്ച് തിരിച്ചു വരിക. അവൾ എവിടെ? ഒന്ന് പറഞ്ഞോളെ. അച്ഛാ, അച്ഛൻ ആരെയാ അന്വേഷിക്കുന്നത്? നിന്റെ ചേച്ചിയെ. സതി ചേച്ചിയോ? ആ, സതി ചേച്ചി ഇവിടെ വന്നെന്ന് അച്ഛനോട് ആരാ പറഞ്ഞ? ആരും പറയണ്ട, ഞാൻ കണ്ടു ബെന്നി മോനെ. ബെന്നിയോ? ആ. ഏത് ബെന്നി? സതിയുടെ മോൻ. നീ വടക്കേ മുതൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ. അയ്യോ അച്ഛാ, അത് കിട്ടുവാണ്. ഇവിടെ കിരൺ. വേണ്ട, ഒന്നും പറയണ്ട. സതി ഇവിടെ ഉണ്ടോ? അമ്മയുടെ സത്യം സതി ചേച്ചി ഇവിടെ ഇല്ല. പിന്നെ ആ കുട്ടി? അച്ഛനോട് പറഞ്ഞില്ലേ അത് കിട്ടുവാണ്, കിരൺ എന്ന് പറയുന്ന ഒരാളുടെ ആണെന്ന്. അയാളിപ്പോ പോലീസ് സ്റ്റേഷനില്ല. കുടിച്ച് വഴി കിടന്ന് വഴക്കുണ്ടാക്കിയന്. അല്ല മോളെ, അത് നമ്മുടെ സതിയുടെ മോൻ ബെന്നിയാ. ദാ. ഹലോ ഹലോ. എന്നിട്ട് വിവരമില്ല. എവിടെ? പേരെന്താ? കിരൺ. എഴുന്നേര്. ശരിയാ, ജാമ്യം ശരിയാവും സാർ. ഒക്കെ ശരിയായിട്ടുണ്ട്. എങ്കിലും ഒന്ന് അഴിക്കണം സാർ, എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ. അതഴിക്കാ, നീ വാ. നീയാണോ കിരൺ? അതെ. ഇരിക്കാൻ. നിന്റെ കയ്യിൽ ഒരു പോമറേനിയൻ പട്ടിക്കുട്ടി ഉണ്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഇല്ല. നീ കിട്ടുമെന്ന് വിളിക്കുന്ന പട്ടിക്കുട്ടി എത്ര നാളായി അവനെ കിട്ടിയിട്ട്? 15 ദിവസം. നീ ഏതുവരെ പഠിച്ചു? ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ആഹാ.
ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ ഒരു കുട്ടിയെ വഴിയരിയിൽ നിന്ന് കിട്ടിയാൽ അതിന്റെ രക്ഷിതാക്കളെ അന്വേഷിക്കുക എന്ന സാമാന്യ മര്യാദ കാണിക്കേണ്ടതല്ലേ? അന്വേഷിച്ചോ? ഇല്ല. എന്തേ? ആ അത് പോട്ടെ, ഇവിടെ പോലീസുകാരെന്ന് പറഞ്ഞ് കുറെ പാവങ്ങൾ ജോലിയില്ലാതെ നടപ്പുണ്ടല്ലോ, അവരെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? കളഞ്ഞു കിട്ടി എത്ര നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവനൊരു പൊട്ടനാണെന്ന്? 2 ദിവസം. അപ്പോഴെങ്കിലും അവന്റെ രക്ഷിതാക്കളെ അന്വേഷിക്കുകയോ പോലീസിൽ വിവരം അറിയിക്കുകയോ ആകാമായിരുന്നില്ലേ? ഇപ്പം നീ ഉത്തരം പറയണം. അവന്റെ അമ്മയോടെ? എനിക്കറിയില്ല. നിന്റെ വഷളത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ട. എവിടെയാണ് അവന്റെ അമ്മ ആനി? എനിക്കറിയില്ല. അച്ഛനിവനെ എവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയമുണ്ടോ? ആനിയുമായോ മൈക്കിളുമായോ ഇവൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാനാണ്. ഇയാളെ ഞാൻ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നില്ല. കഴിഞ്ഞ 15 ദിവസങ്ങളായി ബെന്നി ഒരു വളർത്തുപട്ടി എന്ന പോലെ കൊണ്ടു നടക്കുകയായിരുന്നു ഇവൻ. മുക്കുടിയൻ, വഴക്കാളി, ദേഷ്യം വന്നാൽ ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല. ഇവിടെ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള ഒരു വഴിയോരത്തൊന്നും ബെന്നിയെ കളഞ്ഞു കിട്ടിയതാണത്രേ. 3.5 വയസ്സുള്ള കുട്ടിയല്ലേ ഒറ്റയ്ക്ക് 70 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്? സത്യമാണോ അതെല്ലാം? ആ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. ഇനി പറയുകയില്ല. കുട്ടിയുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. എനിക്കറിയണ്ട അവന്റെ അമ്മ എവിടെയാണെന്നാണ്. എനിക്കറിയില്ല. ഇവിടെ വെച്ച് അയാളെ ഒന്നും ചെയ്യരുത്. ഇവൻ അറിയാൻ പറ്റോ? സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ ഇവന് സാധിച്ചിട്ടില്ല. അതിനെ ഇവന്റെ ഭാര്യ കൊന്നുകളഞ്ഞു. ആ വാശിയും കോംപ്ലക്സും ഒക്കെയാണ് ഇവന്. പോട്ടെ, എനിക്കിതൊന്നും അറിയണ്ട. ആനിയെ കിട്ടിയാൽ മാത്രം മതി. വരട്ടെ, ബെന്നി വരട്ടെ. കുറച്ചൊക്കെ അവന്റെ ഭാഷ എനിക്ക് മനസ്സിലാവും. അവൻ വന്നിട്ട് മതി ഓരോരുത്തരെ സംശയിക്കുന്നതൊക്കെ. എന്താ നിങ്ങൾ തമ്മില്? കുട്ടി എന്താ പറയുന്നത്? ഇവിടെ 2 തത്തയുണ്ടായിരുന്നു. ഇവന് വലിയ ഇഷ്ടമായിരുന്നു. അതിലൊന്ന് ചത്തുപോയി. അവന്റെ അമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചേ? അമ്മ കുട്ടി പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആനി വീട്ടിൽ ആരോടോ വഴക്കുണ്ടാക്കിയെന്നോ അവിടെ തന്നെ ഉണ്ടെന്നോ നമുക്കങ്ങോട്ട് പോകാമെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. നമുക്കങ്ങോട്ട് പോയാലോ? പോകാം. അവിടെ വീട് പൂട്ടിയിരിക്കുക. ഞാൻ പല പ്രാവശ്യം പോയതാ. സാരമില്ല, എന്റെ വേറെ താക്കോലുണ്ട്. പള്ളി വക വീടാണത്. എങ്കിൽ ഞാൻ ജീപ്പിലങ്ങ് വന്നേക്കാം. അതാണല്ലേ ആള്? അതെ, ഒന്ന് പറയച്ചാ. എന്തിനാ പാവത്തിന്? നീ ഒന്നും മിണ്ടാരി. ഇളയാൾ ഇതാണല്ലേ? അതെ. ഞാൻ പോയി താക്കോൽ എടുത്തോണ്ട് വരാം. ഇതാ.
എവിടെ? ഇതായിരുന്നല്ലേ നിന്റെ മുജ്ജന്മ പരിചയം? ഇതല്ല അമ്മ. എന്തിയേ? അമ്മ കുത്തി. അവനെയും കൊണ്ടുവന്ന്. അച്ചോ, ആളെ കണ്ട അറിയുമെന്ന് ചോദിച്ചേ. കണ്ടോ? ആരാന്ന്? മോനെ വാ. മോനെ, അമ്മ കുത്തി. ആളെ കണ്ട അറിയോ? ദേ നോക്ക്, ഇവനാണോ? മോനെ, അമ്മയെ കുത്തിയില്ലേ? ഇവനാണോ? ഇനിയെങ്കിലും പ്ലീസ് ആ വിലങ്ങൊന്ന് അഴിച്ചു മാറ്റൂ. അവിടെ ഒന്ന് കുഴിക്കാൻ പറ. അവരെങ്ങനെ മാറ്റരുത്. മിസ്റ്റർ മേനോൻ, ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് അറിയിച്ചോളാം. ഇൻസ്പെക്ടർ പൊയ്ക്കോളൂ. പോകാം.
അവരൊക്കെ ഒന്ന് മാറ്റി നിർത്ത്. അയാളെങ്ങി വിളിക്ക്. ഇരിക്കൂ. നിങ്ങൾക്ക് വേണുഗോപാലിനെ അറിയാമോ? മഗയിൽ ഗ്ലാസ് ഫാക്ടറി ജനറൽ മാനേജർ. 2 ആഴ്ചയ്ക്ക് മുമ്പ് കൊല്ലപ്പെട്ട പഴയൊരു ടെന്നീസ് കളിക്കാരൻ. എനിക്കറിയില്ല. നിങ്ങളും പഴയൊരു ടെന്നീസ് കളിക്കാരനായിരുന്നല്ലോ, പിന്നെ എങ്ങനെ അറിയാതിരിക്കും? ആനിയെ കൊന്നതും വേണുഗോപാലിനെ കൊന്നതും ഒരേ ആളാണ്, ഒരേ കത്തി കൊണ്ട്. എന്തെങ്കിലും ഐഡിയ? സോറി, നോ ഐഡിയ. ആ, നാട്ടിലെ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് ജാമ്യമായി നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ഫോർ എവറിത്തിങ്. നിന്റെ അടുത്ത് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ കണ്ട ഏടാകൂടങ്ങളൊന്നും ചാടരുതെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ ഏടാകൂടങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നീ വണ്ടിയിടും. നിനക്ക് വേണ്ടി ജാമ്യം എടുക്കാനും പിടിക്കാനൊക്കെ ഓടിയത് ആ പെണ്ണ നീത്ത. പോലീസ് ശരിക്കുന്നു പെരുമാറിയല്ലേ? ആ സർക്കിള് അവനെ എല്ലാം കൂടുതലാ. അലക്സ്, ആ വേണുഗോപാലിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ എന്താണ്? അതാ മാനേജിന്റെ ആയിട്ട് വൈഫും വേണുവും തമ്മിലൊരു ഇത്തിരി ബിസിനസ്സാ. അയാൾ ജയിച്ചായിരിക്കും. എന്താ അയാളുടെ പേര്? സുരേഷ്. സുരേഷിന് താടിയുണ്ടോ? ഇല്ല. വെച്ചിട്ടേ ഇല്ല? ഇല്ല. ഇവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ട്. ആരാ ഇത്? ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്ന ഒരാളുണ്ട്. യെസ്, കം ഇൻ. What is the matter? Who are you? കിരൺ. കേട്ടിട്ടുണ്ടോ? മുക്കുടിയൻ, വഴക്കാളി, ദേഷ്യം വന്നാൽ ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്തവൻ. Get out. പേടിക്കണ്ട, ഞാൻ പോയിക്കോളാം. ഒരു സഹായം തേടി വന്നതാ. ദാ, ഈ ആളൊന്ന് പരിചയപ്പെടണം. ആരാ, എന്താ, എവിടത്തുകാരനാ എന്നൊക്കെ. അറിയോ? ഇല്ല. ഷുവർ? Will you get away from here? ഓക്കെ, പോയേക്കാം. ഇവൻ എന്റെ കുഞ്ഞിന്റെ പിന്നാലെയാണ്, ഞാൻ ഇവന്റെ പിന്നാലെ.
സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഗുഡ് നൈറ്റ്. എന്നെ പറ്റിച്ചു വിട്ടു എന്നൊന്നും കരുതണ്ട. സമയവും സന്ദർഭവും വരാനിരിക്കുന്നേ ഉള്ളൂ. പറയപ്പിച്ച് കാണിച്ചു തരാം ഇവൻ ആരാണെന്ന്. കിരൺ, ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഈ വീട്ടിൽ വരരുത്. സതീയുടെ മോനെ കുറച്ചു കാലം സൂക്ഷിച്ചു വളർത്തിയാല് തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് നിങ്ങളോട്. പക്ഷേ അമ്മയില്ലാതെ വളർത്തിയതാണ് 2 പെൺമക്കളെ ഞാൻ. മൂത്തവൾ എനിക്ക് നഷ്ടമായി. 2ാമത്തവളെയെങ്കിലും നല്ല നിലയിലാക്കണമെന്നുണ്ട്. ആ ഒറ്റ ആഗ്രഹമുള്ള ഒരു ജീവിതത്തിൽ എനിക്ക്. നിങ്ങൾ കാരണം അത് നടക്കാതെ പോകരുത്. ഐ എം സോറി. നിക്ക്, എന്നെ പറ്റി എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് കിട്ടും ആ പ്രശ്നം. ഇവൻ നിങ്ങൾ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല സംസാരിക്കേണ്ട സമയം. ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലേ? അച്ഛനാകെ തകർന്നിരിക്കുക. അതുകൊണ്ടാ അങ്ങനെയൊക്കെ സംസാരിച്ചത്. എപ്പോഴും ദേഷ്യ. പ്ലീസ് ഇനി വീട്ടിൽ വരണ്ട. സൗകര്യപ്പെടുമ്പോഴൊക്കെ ഞാൻ കിട്ടുവിന് ഇങ്ങി കൊണ്ടുവരാം. നിങ്ങളുടെ മനസ്സ് നിറയെ കിട്ടു മാത്രമാണെന്ന് എനിക്കറിയാം. എനിക്ക് കിട്ടുവിനെ ഒന്ന് കണ്ടേ തീരൂ. ഇവനെ കിട്ടു തിരിച്ചറിയുന്നുണ്ടോയെന്ന് അറിയണം. തിരിച്ചറിഞ്ഞാൽ വരട്ടെ. അച്ഛന്റെ വിഷമവും ദേഷ്യമൊക്കെ ഒന്ന് തീരട്ടെ. ഞാൻ കൊണ്ടുവരാം ദിവസവും. ഇപ്പൊ അച്ഛൻ കിട്ടുമായി ഏതോ വക്കീലിനെ കാണാൻ പോയിരിക്ക. നിയമപരമായി അവനെ ഏറ്റെടുക്കാൻ. ആ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പോട്ടെ, വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുവരാം. അവന്റെ മുമ്പിലങ്ങും ചെന്ന് പെട്ടേക്കരുത്. കുഞ്ഞിനെക്കാളും പ്രോബ്ലം അവനാണ്, കിരൺ. കുഞ്ഞിനെ നമ്മൾ തട്ടിയെടുത്താൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാനൊക്കില്ല. അതുകൊണ്ട് അവൻ മരിക്കണം, ആർക്കും സംശയം ഉണ്ടാകാത്ത വിധത്തിൽ.
കാർ ആക്സിഡന്റോ ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും. സർ, സർക്കിൾ ഇൻസ്പെക്ടർ. പ്ലീസ് കം. ഇന്നെന്താ സ്റ്റാഫ് ഒന്നുമില്ലേ? സാറ്റർഡേ ഉച്ചവരെ ഉള്ളൂ ഓഫീസ്. ഇനി എപ്പോഴാ അവരൊക്കെ വരിക? തിങ്കളാഴ്ച. എല്ലാം കൂടെ എത്ര പേര് കാണും? എല്ലാം കൂടെ ഒരു 300 പേര് കാണും. ആ മിസ്റ്റർ സുരേഷ്, എനിക്കൊരു സഹായം ചെയ്യണം. വേണുവിനെ ആനിയും കൊന്നത്, ആ കഥ നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണുമല്ലോ. അതെ, വായിച്ചു. രണ്ടുപേരെയും കൊന്നത് ഒരാളാണ്. ഒരേ കത്തികൊണ്ട് ഒരേ സ്റ്റൈല്. കൊലപാതകയെ ആനിയുടെ മകൻ ബെന്നിക്കറിയാം. ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഇവിടുത്തെ ജോലിക്കാരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു ഐഡന്റിഫിക്കേഷൻ പറയാൻ എപ്പോഴാ സാധ്യമാകുക? ഫാക്ടറി ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ. ആഹാ. ഇവിടെ ഷിഫ്റ്റ് ആയതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണണമെങ്കിൽ 2 ദിവസത്തെ സാവകാശം വേണം. ഓക്കെ, ആയിക്കോട്ടെ. സോ ബുധനാഴ്ച ഐഡന്റിഫിക്കേഷൻ പറയാം. എഗ്രീഡ്? എഗ്രീഡ്. ആ മിസ്റ്റർ സുരേഷ്, വ്യക്തിപരമായ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങളുടെ വൈഫ് ഇപ്പൊ എവിടെയാണ്? അവൾ സ്വിറ്റ്സർലാൻഡിൽ ഒരു വിസിറ്റിന് പോയിരിക്കുകയാണ്. എപ്പോ പോയി? 1 മാസമായി. ഇനി എപ്പോ വരും? 2 മാസം കൂടി എടുക്കും. വേണു കൊല ചെയ്യപ്പെടുന്നതിന് 1 മാസം മുമ്പ് ഇവിടെയുള്ള ഒരു സായാഹ്ന പതിപ്പിൽ വേണുവിനെയും നിങ്ങളുടെ വൈഫിനെയും ബന്ധപ്പെടുത്തി ഒരു വാർത്ത വന്നിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? വെറും നുണയാണത്. ഞാനത് കെയർ ചെയ്തിട്ടേ ഇല്ല. പക്ഷെ എന്റെ വൈഫിനെ വല്ലാതെ ഹർട്ട് ചെയ്തു. അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് അവൾ സ്വിറ്റ്സർലാൻഡിൽ പോയത്. ദാറ്റ്സ് ഓൾ റൈറ്റ്. ആ ബുധനാഴ്ച ഐഡന്റിഫിക്കേഷൻ പറയാൻ എല്ലാവരോടും ഉണ്ടായിരിക്കണം, മാനേജിംഗ് ഡയറക്ടറായ നിങ്ങൾ ഉൾപ്പെടെ. സാർ, എനിക്ക് സാറിനോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. മോളെ നേരത്തെ കിടന്നുറങ്ങിക്കോ, ഞാൻ വരാൻ താമസിക്കും. വേലക്കാർ രണ്ടുപേരും ഇന്നോടെ കിടക്കാൻ പറഞ്ഞാൽ മതി. പതിവ് സ്റ്റൈലിൽ ബോധം കേട്ട് ഉറക്കമായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം.
ബാനു ബാനു വാസന്തി ബാനു എവിടെ പോയി എല്ലാരും? ബാനു ബാനു എന്നാടേ കയറി വാ. സാർ, ഞാൻ സാറിനോട് കളവ് പറഞ്ഞു. മകയിൽ ഗ്ലാസ് ഫാക്ടറിയുടെ ജനറൽ മാനേജർ വേണുഗോപാലിനെ എനിക്കറിയാം. വേണുവിന്റെയും എന്റെ കിട്ടുവിന്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ ഈ വാടക കൊലയാളിയാണ് സാർ. സാർ, എങ്ങനെയെങ്കിലും എന്റെ കിട്ടുവിനെ രക്ഷിക്കണം. നീ ആരാ? ഇവിടുത്തെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസോ? ഇതൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾ കുറെ അണ്ണന്മാരിവിടെ ഉണ്ട്. ഞങ്ങൾ നോക്കിക്കോളാം. ഇറങ്ങണ പുറത്ത്. ഇറങ്ങാൻ. ആ കൊച്ചു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ സാറിന് അവന്മാർ എത്ര രൂപ തന്നു? എനിക്കുള്ളതെല്ലാം ഞാൻ സാറിന്റെ കാൽ കീഴിൽ വയ്ക്കാം. ആ പാവം കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കൂ സാർ, പ്ലീസ്. ഇനി എന്നെ അടിക്കരുത്. അടിച്ചപ്പോഴൊക്കെ ഞാൻ കൈയും കെട്ടി നിന്ന് തന്നു. ഇനി കിരൺ കിട്ടുവിനെ കൊണ്ടുപോയി. ഐ എം സോറി. എങ്ങനെയെങ്കിലും പ്ലീസ്. ആരാ കൊണ്ടുപോയത്? താടി വെച്ച ആൾ. കിരൺ അറിയാമല്ലോ അയാളെ. എനിക്കറിയാം. എനിക്ക് അവനെ മാത്രമേ അറിയൂ. നീ ഇത് പോയിക്കോളൂ. എവിടാ എന്റെ കിട്ടും? എനിക്കറിയില്ല. നിനക്കറിയാം. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എവിടാ എന്റെ കുഞ്ഞ്? പറയടാ, എവിടാ കിട്ടും? കുഞ്ഞിനെ രഞ്ജിയാണ് കൊണ്ടുപോയത്. എല്ലാം ഞാൻ ഏറ്റുപറയാം.
എവിടെ വേണമെങ്കിലും എന്ന് പറയാം. എന്റെ വൈഫ് ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിലാണ് എനിക്കിതൊക്കെ ചെയ്യേണ്ടി വന്നത്. മടുത്തു കൊലപാതകങ്ങളൊക്കെ, ഒന്നിനു പുറകെ ഒന്ന്. കിരൺ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. എനിക്കതൊന്നും അറിയണ്ട. എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. സത്യമാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞിനെ രഞ്ജു കൊണ്ടുപോയി കടലിലറിയാൻ. വരരുത്, വരരുത്, വരരുത്. ഹലോ, ഐ എം സോറി ബട്ട് ഹാപ്പി. ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. കുഞ്ഞിനേക്കാളും വലിയ തലവേദനയായി പോയി കിരൺ നീ ഞങ്ങൾക്ക്. നീ ഒന്ന് ഒഴിഞ്ഞു മാറിയാലേ ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, മടുത്തു കൊലപാതകങ്ങളൊക്കെ. അതുകൊണ്ട് ഒരു ആത്മഹത്യയാണ് ഉചിതം. കിട്ടുവാൻ നഷ്ടപ്പെട്ട ദുഃഖം താങ്ങാനാവാതെ കിരൺ ഹൃദയം തകർന്ന് കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ നിങ്ങളുടെ ഒരു ഫാമിലി നമ്പറാണല്ലോ. അങ്ങനെ നീ ചെയ്താൽ നിന്റെ കിട്ടുവിനെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കാം. ഇവിടെ നിന്ന് 10 or 1000 കിലോമീറ്റർ അകലെയുള്ള ഏതെങ്കിലും നല്ലൊരു ഓർഫനേജിൽ ഞങ്ങൾ അവനെ കൊണ്ടാക്കിയേക്കാം. എന്തു പറയുന്നു? അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ രഞ്ജി കുഞ്ഞിനെ കൂളായിട്ട് കടലിലെറിയും. വെടിയുണ്ടായിട്ട് കിരണം മരിക്കും. കമോൺ ക്വിക്ക്, 10 വരെ എണ്ണുന്നതിന് മുമ്പ്. 1 2 3 4 5 6 7 8 9 10. രഞ്ജി, Please. No. Please. Please. No.
Move! Move! Move, I say! No, please, no.